കേരളം ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ താരം എം മണിയും VT ബൽറാമുമാണ്. കഴിഞ്ഞ 4 തിരഞ്ഞെടുപ്പുകളിലെ LDF സീറ്റുകൾ 98, 68, 91, 99 എന്നി പറഞ്ഞുകൊണ്ട് UDFനെ പരിഹസിക്കാൻ നോക്കിയ മണി ആശാന അതേ നാണയത്തിൽ തന്നെ ബൽറാം മറുപടി നൽകിയത് ഇപ്പോൾ വൈറലാവുകയാണ്. മണി ആശാന്റെ ഈ അക്കങ്ങൾ വെറും മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ് എന്നും മണി ഫേസ്ബുക്കിൽ പങ്കുവെച്ച ആ സംഖ്യകൾ ശരിയാണ്, പക്ഷേ അത് ചരിത്രമാണ്. VT ബൽറാം അതിനോട് ചേർത്ത 35 എന്ന അക്കമാണിപ്പോൾ ചർച്ച. UDF ലക്ഷ്യം വെക്കുന്നത് കേവലം ഒരു ജയമല്ല, മറിച്ച് LDFനെ തകർക്കുന്ന വലിയൊരു ഭൂരിപക്ഷമാണ്. 98, 68, 91, 99 തൽക്കാലം ഇതൊരു ഫോൺ നമ്പറാണ്. കുറച്ചു കഴിഞ്ഞാൽ ഇത് മാറ്റത്തിന്റെ മാന്ത്രിക സംഖ്യയാകും. സത്യത്തിൽ ബൽറാമിന്റെ ഈ വാക്കുകൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുന്ന ആവേശം ചെറുതല്ല. ഭരണം തുടരുമെന്ന മണി ആശാൻ സ്വപ്നം കാണുമ്പോൾ താഴെത്തട്ടിലെ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഭരണവിരുദ്ധ തരംഗം, പെൻഷൻ മുടങ്ങുന്നതും വിലക്കയറ്റം ജനങ്ങളെ പൊറുതിമുട്ടിച്ചിരിക്കുകയാണെന്നും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ അട്ടിമറി വിജയം നമ്മളോട് പറയുകയാണ്. അത് 2026 ട്രെയിലർ ആണെന്ന് കോൺഗ്രസ് ഉറപ്പിക്കുകയാണ്. പിൻവാതിൽ നിയമനങ്ങളും PSC ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധവും LDFന്റെ അടിത്തറ ഇളക്കിയിട്ടുണ്ട്. ഇത് യുവജനരോക്ഷമായി സർക്കാരിനെ കാർന്നു തിന്നാൻ റെഡിയാവുകയാണ്. മണിയാശാൻ കുറിച്ച അക്കങ്ങൾ കഴിഞ്ഞുപോയ കാലത്തിൻ്റെതാണ്. എന്നാൽ ഇന്ന് കേരളം കാണുന്നത് സ്വർണ്ണക്കടത്ത് കേസിലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വരെ നിഴലിൽ നിർത്തിയ സ്വർണ്ണക്കടത്ത് വിവാദങ്ങൾ മലയാളി വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കിയ അമർഷം ചെറുതല്ല. സ്വർണ്ണക്കള്ളക്കടത്തുകാരെ സംരക്ഷിക്കുന്ന ഒരു ഭരണകൂടത്തിന് എങ്ങനെയാണ് വീണ്ടും അധികാരത്തിൽ വരുമെന്ന് സ്വപ്നം കാണാൻ കഴിയുന്നത്? ഇത് വെറും മലർപ്പൊടിക്കാരന്റെ സ്വപ്നമല്ല, മറിച്ച് അധികാരത്തിന്റെ ലഹരിയിൽ കാണുന്ന ദിവാ സ്വപ്നമാണ് എന്നേ പറയാൻ കഴിയുകയുള്ളൂ. VT ബൽറാം സൂചിപ്പിച്ചതുപോലെ അടുത്ത തവണ ഇടതുപക്ഷത്തിന് ലഭിക്കാൻ പോകുന്നത് വെറും 35 സീറ്റുകളായിരിക്കും. ഈ പ്രവചനം വെറുതെയല്ല. സ്വർണ്ണക്കടത്ത് മുതൽ കരുവന്നൂർ വരെ സാധാരണക്കാരന്റെ പണം കൊള്ളയടിച്ചും കള്ളക്കടത്തിന് കുടപിടിച്ചും മുന്നോട്ടു പോകുന്ന സർക്കാരിന് ജനങ്ങൾ റെഡ് കാർഡ് കാണിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. സ്വർണ്ണക്കടത്ത് സംഘങ്ങളും പാർട്ടിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം ഇന്ന് പരസ്യമാണ്. ഇതിനെതിരെയുള്ള ജനരോക്ഷം വോട്ടായി മാറുമെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നു. ഇനി ഇടത്തു നിന്നും വലത്തേക്ക് വീശാൻ സാധ്യതയുള്ള ചില കാറ്റുകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. സുനിൽ കനകലുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ സർവേ പ്രകാരം UDF ഇത്തവണ കേരളത്തിൽ 85 മുതൽ 100 സീറ്റുകൾ വരെ ലക്ഷ്യം വെക്കുന്നു. ഇടതുപക്ഷത്തിന്റെ കോട്ടകളായ പലയിടങ്ങളിലും ഇത്തവണ വിള്ളൽ വീഴുമെന്ന് റിപ്പോർട്ട്. തിരിച്ചുപിടിക്കാൻ സാധ്യതയുള്ള പ്രധാന മണ്ഡലങ്ങൾ കൂടി മണിയാശാന് മുന്നിൽ ഞങ്ങൾ തുറന്നു വെക്കുകയാണ്. ആദ്യത്തേത് തൃപ്പൂണിത്തുറയാണ്. നേരിയ വോട്ടുകൾക്ക് കൈവിട്ട മണ്ഡലം ഇത്തവണ UDF ഉറപ്പിച്ചിരിക്കുന്നു. തൃശൂർ രാഷ്ട്രീയ മാറ്റത്തിന്റെ കേന്ദ്രമായി UDFനൊപ്പം നിൽക്കുമെന്നും വിലയിരുത്തുന്നു. വട്ടിയൂർക്കാവ് തലസ്ഥാന നഗരിയിലെ ഈ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് പ്രത്യേക ആക്ഷൻ പ്ലാൻ തന്നെ തയ്യാറാക്കി കഴിഞ്ഞു. ആറന്മുള മണ്ഡലത്തിലെ ജനകീയ വിഷയങ്ങൾ ഉയർത്തി കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തുന്നു. കോഴിക്കോട് നോർത്തിൽ ഇടതുകോട്ടയിൽ വിള്ളൽ വീഴ്ത്താൻ UDF തയ്യാറെടുക്കുന്നു. ചുരുക്കത്തിൽ മണി ആശാന്റെ സംഖ്യാശാസ്ത്രം ഇത്തവണ കേരളത്തിൽ ചിലവാകില്ല. 99 നിന്നും 35 LDF കൂപ്പുകുത്തുമോ എന്ന് കണ്ടു തന്നെ അറിയണം. മാറ്റത്തിനായി ദാഹിക്കുന്ന കേരളം കൈപ്പത്തിക്ക് വോട്ട് ചെയ്യാൻ ഒരുങ്ങിക്കഴിഞ്ഞു.